നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന വേളയിൽ അപ്രതീക്ഷിതമായിട്ടായിരുന്നു CPM-ന് ഒരു അടി പോലെ പാനൂരിൽ ആ സ്ഫോടനമുണ്ടായത്. ഏതായാലും ഇപ്പോൾ അത് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്നുള്ള ഭയമുള്ളതുകൊണ്ട് തന്നെ ഓരോ നേതാക്കളും പാർട്ടി സെക്രട്ടറി മുതൽ താഴേക്കിടയിൽ അണികളും അതുപോലെ തന്നെ മറ്റ് അംഗങ്ങളും അതുപോലെ തന്നെ മുഖ്യമന്ത്രി അടക്കം ഇപ്പോൾ ക്യാപ്സ്യൂളുകൾ നിരത്തിക്കൊണ്ട് തങ്ങളുടെ ഭാഗം ന്യായീകരിച്ച് രംഗത്ത് വരികയാണ്. പക്ഷേ പാനൂരിലെ പ്രതികൾ അല്ലെങ്കിൽ ആ ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളെല്ലാം തന്നെ പാർട്ടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളവരാണ് എന്നുള്ള തെളിവുകൾ സഹിതം സമൂഹ മാധ്യമങ്ങളിലും വാർത്തകളിലെല്ലാം തന്നെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ വളരെ വിചിത്രമായൊരു വാദം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരികയാണ് പാലക്കാട് LDF സ്ഥാനാർത്ഥിയും പൊളിറ്റ് ബ്യൂറോ അംഗവുമായ A. വിജയരാഘവൻ. പാനൂരിൽ പൊട്ടിയത് പടക്കമാണ്, പടക്കത്തിന്റെ ഏട്ടനാണെന്നാണ്, അതും ഒറ്റപ്പെട്ട സംഭവമാണെന്നാണ് വിജയരാഘവൻ പറഞ്ഞിരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റുകാർ ബോംബ് ഉണ്ടാക്കുന്നവരല്ല, സമാധാനപരമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരാണ്. എവിടെയെങ്കിലും ഒരു പടക്കം പൊട്ടിയാൽ എന്ത് ചെയ്യാനാണെന്നും വിജയരാഘവൻ ചോദിച്ചു. കണ്ണൂരിനെ വീണ്ടും കലാപഭൂമിയാക്കാനുള്ള CPM-ന്റെ ശ്രമങ്ങൾക്കെതിരെ പ്രതിഷേധം രൂക്ഷമാണ്. ഇതിന് പിന്നാലെയാണ് അതീവ ഗുരുതരമായ സംഭവത്തെ പരിഹസിച്ചുകൊണ്ടുള്ള വിജയരാഘവന്റെ പ്രതികരണം. ഏതായാലും അവിടെ പൊട്ടിയത് ഒരു ബോംബാണ് എന്നുള്ളത് വിശ്വസിച്ച മലയാളികളെ മണ്ടന്മാരാക്കുന്ന തരത്തിലാണ് ഇപ്പോൾ വിജയരാഘവന്റെ ഈ ഒരു പ്രസ്താവന വന്നിട്ടുള്ളത്. പാനൂരിൽ മുളിയന്തോട് CPM DYFI പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ബോംബ് നിർമ്മിക്കുന്നതിനിടയിലാണ് സ്ഫോടനം നടന്നിട്ടുള്ളത് എന്നുള്ളത് കേരളത്തിലെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സ്ഫോടനത്തിൽ CPM പ്രവർത്തകരായ ഷെറിൽ സംഭവ സ്ഥലത്ത് തന്നെ കൊല്ലപ്പെട്ടിരുന്നു. ബോംബ് സ്ഫോടനത്തിന്റെ CPM DYFI ബന്ധം പുറത്തു വന്നതിന് പിന്നാലെ പാർട്ടി ഇപ്പോൾ ശരിക്കും പ്രതിരോധത്തിലായി. സ്ഫോടനത്തിൽ പാർട്ടിക്ക് ബന്ധമില്ലെന്നാണ് നേതാക്കൾ തുടക്കം മുതൽ പറഞ്ഞിരുന്നത്. സംഭവത്തിൽ ഉൾപ്പെട്ട DYFI പ്രവർത്തകർ രക്ഷാപ്രവർത്തനത്തിന് പോയെന്നായിരുന്നു പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണം. പാനൂർ സ്ഫോടന കേസിൽ ബോംബ് പൊട്ടിയ സ്ഥലത്ത് സന്നദ്ധ പ്രവർത്തനത്തിലെത്തിയ നിരപരാധികളായ DYFI നേതാക്കളെ അടക്കം പ്രതികളാക്കുന്നുവെന്ന CPM സംസ്ഥാന സെക്രട്ടറിയുടെ വാദം തള്ളി തെളിവുകൾ നിരത്തിയും പോലീസും രംഗത്തുണ്ട്. അറസ്റ്റിലായ DYFI നേതാവ് അമൽ ബാബുവിനെതിരെ തെളിവുണ്ടെന്ന് പോലീസ് റിപ്പോർട്ട്. തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചതടക്കം DYFI നേതാക്കൾക്കെതിരായ തെളിവുകൾ നിരത്തിയാണ് റിമാൻഡ് റിപ്പോർട്ട്. CPM-ന്റെ കുന്നോത്തുപറമ്പിലെ വോളണ്ടിയർ ക്യാപ്റ്റനാണ് അമൽ ബാബു. നേരത്തെ DYFI-യുടെ മീത്തലെ കുന്നോത്തുപറമ്പ് യൂണിറ്റ് സെക്രട്ടറിയായിരുന്നു. സ്ഫോടനം നടന്ന ഉടനെ അമൽ സംഭവ സ്ഥലത്തെത്തി. പ്രദേശത്തുണ്ടായിരുന്ന മറ്റു ബോംബുകൾ 200 മീറ്റർ അകലെ ഒളിപ്പിച്ചു വെച്ചു. കൂടാതെ സംഭവ സ്ഥലത്ത് മണൽ കൊണ്ടുവന്നിട്ടുണ്ട്. തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചതായും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. ബോംബ് നിർമ്മിച്ചവരുമായി ഇയാൾ ഫോണിൽ ആശയവിനിമയം നടത്തിയത് സംബന്ധിച്ച തെളിവുകളും പോലീസിന് ലഭിച്ചിട്ടുണ്ടെന്നാണ് വിവരം. പാനൂർ സ്ഫോടന കേസിലെ മുഖ്യപ്രതി DYFI കുന്നോത്തുപറമ്പ് യൂണിറ്റ് സെക്രട്ടറി ഷിജാൽ അടക്കം പിടിയിലായിരുന്നു. സംഭവശേഷം ഒളിവിലായിരുന്ന ഇയാളെ പാലക്കാട് വെച്ചാണ് പോലീസ് പിടികൂടിയത്. കേസിലെ മറ്റൊരു പ്രതി അക്ഷയും പിടിയിലായി. കേസുമായി ബന്ധപ്പെട്ട് 12 പേരാണ് പ്രതിപട്ടികയിലുള്ളത്. ഇതോടെ കേസിൽ 8 പേരാണ് പിടിയിലായിരിക്കുന്നത്. സ്ഫോടനത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന അശ്വന്ത്, വിനോദ് എന്നിവരുടെ അറസ്റ്റും രേഖപ്പെടുത്തി. സംഭവത്തിൽ പാർട്ടി പ്രവർത്തകർക്ക് ബന്ധമില്ലെന്നാണ് CPM നേതാക്കൾ ഇന്നും ആവർത്തിച്ചത്. മുഖ്യമന്ത്രിയും പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും ഉൾപ്പെടെ ഈ നിലപാടായിരുന്നു. എന്നാൽ ഷിജാൽ പിടിയിലായതോടെ പാർട്ടി കൂടുതൽ പ്രതിരോധത്തിലായിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പാർട്ടിയെ തകർക്കാനുള്ള നീക്കമാണ് നടക്കുന്നതെന്നും ബോംബ് പൊട്ടിയ സ്ഥലത്ത് സന്നദ്ധ പ്രവർത്തനത്തിലെത്തിയ DYFI സഖാവിനെയാണ് പോലീസ് പ്രതി ചേർത്തതെന്നും MV ഗോവിന്ദൻ ആരോപിച്ചിരുന്നു. നാട്ടുകാരെല്ലാം ഓടിക്കൂടിയപ്പോൾ അതിന്റെ മുൻപന്തിയിൽ നിന്ന് അവരെ ആശുപത്രിയിലേക്ക് നീക്കാനും ചികിത്സ നൽകാനും വേണ്ടി പ്രവർത്തിച്ചത് ഒരു DYFI പ്രവർത്തകരാണ്. ഇപ്പോൾ എല്ലാം ഇതിന്റെ ഭാഗമാണ്. അന്വേഷിച്ചപ്പോൾ പോലീസ് അദ്ദേഹത്തെ പിടിച്ചിരിക്കുകയാണെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഏതായാലും നേതാക്കൾ കുറച്ചധികം കഷ്ടപ്പെടുന്നുണ്ട് ഈ പാനൂർ സംഭവത്തെ ഒന്ന് തേച്ചു കളയുവാനായിട്ട്.